എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഉപയോഗിച്ചുള്ളൊരു സൂപ്പ് കൂട്ടാനാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 7-8 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ല വൃത്തിയായി കഴുകി ഇങ്ങനെ മുറിച്ചെടുക്കുക. എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ വെണ്ടയ്ക്കയിൽ. അതിനെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സവാള, വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളകാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളക് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണോ അതനുസരിച്ച് പച്ചമുളക് എടുക്കുക. പിന്നെ ഇവിടെ അതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഇത് കട്ടിയുള്ള തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം എന്തുമാത്രം വേണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. അതായത് കൂട്ടാൻ വെള്ളം കുറവാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പം തേങ്ങാപ്പാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുക്കാം. ഇപ്പം തേങ്ങാപ്പാലിന് പകരം പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ. അത് കലക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പം ഇത് ആദ്യത്തെ 1-ാം പാലാണ് ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 2-ാം പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇച്ചിരിയെങ്കിലും വേണം, അത് ഇല്ലാതെ പറ്റില്ല. പിന്നെ പശുവും പാല്, നല്ല പശുവും പാല് കിട്ടുമെങ്കിൽ അതിനകത്ത് മേടിക്കാൻ ഉണ്ടാക്കാം. എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കി ആദ്യം ഒഴിച്ച് കടുക് വറുക്കാൻ പോകണം. എന്നിട്ട് നമ്മുടെ സവാളയും വെണ്ടയ്ക്കയും ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്കതൊന്നും ചെയ്യാം. ഇത് കടുക് വറുക്കാൻ പോകണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചീനച്ചട്ടി മണ്ണിൻ്റെ ആയതുകൊണ്ടാണ് ഇത്രയും ഇത് വരുന്നത്, മുറിഞ്ഞ് വരുന്നത്. ഇപ്പം തൊന്നുമില്ല, ഈ കുറച്ചിട്ടാൽ മതി. ചൂടായി കഴിയുമ്പോൾ ഞാൻ കടുകിട്ടു. ഇതിലേക്ക് ഇടാൻ പോകുന്നത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റിട്ട് ഇതിലേക്ക് ഞാൻ ഇനിയും നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ പോവാണ്. സവാള അത്യാവശ്യം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് വെണ്ടയ്ക്ക ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ വെണ്ടയ്ക്കയും ഇതിൻ്റെ കൂടെ ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ അടച്ചു വെച്ച് വഴറ്റി അമങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകണം. ആവശ്യത്തിനുള്ള ഉപ്പ്, കൂട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കണം. ഇത്രയും ഉപ്പ് ഇതിൻ്റെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്കിതിന് ചേർത്ത് കൊടുക്കാം.
കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ഇളക്കാം. ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം. ഇങ്ങനെ എങ്കിലേ ആ കൂട്ടാൻ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. സവാളയും നന്നായിട്ട് വഴങ്ങണം. അപ്പം അതൊന്നായിക്കോട്ടെ. പൊടി ചേർക്കുന്ന എന്തുമാത്രമാണെന്ന് നോക്കാം. അപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഈ ഒരു സ്പൂണിൽ 2 സ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് ഞാൻ മുമ്പേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഈ ഒരു സ്പൂണിൽ എനിക്ക് ഒരു അര സ്പൂൺ ഉലുവാപ്പൊടി അത്രയും മതി. ഉലുവാപ്പൊടി ഇതിന് വേണം. അപ്പം മുളക് പൊടി നമ്മൾ ഉപയോഗിക്കില്ല, പകരം പച്ചമുളകാണ് ഈ കൂട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം കൂടെ ആ വെണ്ടയ്ക്കയിലേക്ക്, അഴുക്കിയിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. ഈ വെണ്ടയ്ക്കയിൽ നമുക്ക് ഈ ചേർത്ത് കൊടുത്ത പൊടി മുഴുവൻ നന്നായിട്ടൊന്ന് പിടിക്കണം. നമ്മൾ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ 2ാം പാലിനകത്ത് കിടന്ന് ഇതൊന്ന് വേകണം, നന്നായിട്ട് വേകണം. ഓക്കെ, അപ്പം ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലില്ലാത്ത മറ്റേ ഒരു നല്ല തേങ്ങാപ്പാൽ ധാരാളം എടുക്കാനുള്ളവർക്ക് അതിലാണെങ്കിലും ഉപയോഗിക്കാം. ഇനി അതല്ല, തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ പശുവും പാൽ ഒഴിച്ച് അതിനകത്താണെങ്കിലും ഇതിട്ട് വേവിക്കാം. അപ്പം ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. ആ 2ാം പാൽ ഒഴിച്ച് ഞാനിത് വേവിക്കാൻ പോകുന്നു. നന്നായിട്ട് വേകണം. അതനുസരിച്ച് ഞാനൊരു 1/2 തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് എടുക്കുക. ഈ പൊടിയാണെങ്കിൽ തേങ്ങാപ്പൊടി കലക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഇതിനകത്താണെങ്കിലും ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പം ഞാനിതിപ്പം ഇതിനകത്തിട്ട് വേവിച്ചെടുക്കാൻ പോകാം. അടച്ച് വെച്ച് വേവിക്കുക. ഇതിവിടെ കിടന്ന് വെന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി വേണ്ട ഒരു കണ്ടൻറ്റ് പുളിയാണ്. പുളിയുടെ ഇപ്പം ഞാനൊരു കുഞ്ഞു തുടം പുളി ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളകിട്ട് വെച്ച പാത്രത്തിൽ തന്നെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ മുളകിൻ്റെ അരി ഇങ്ങനെ കിടപ്പുണ്ടിരുന്നത്. വേറൊന്നുമല്ല. അപ്പം ഞാൻ പുളി നന്നായിട്ട് ചെറിയ കഷ്ണം പുളിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിനീര് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നീര് അവിടെ കിടന്ന് വെന്ത് നല്ല പരുവായിട്ട് കിട്ടും. തേങ്ങാപ്പാലിൽ തന്നെ കിടന്ന് വേണം കേട്ടോ, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഉലുവാപ്പൊടി ഇനി 1/4 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അരയാണ് എടുത്തത്. എൻ്റെ ആ കുഞ്ഞു സ്പൂണല്ലേ. നിങ്ങളപ്പോൾ ഒത്തിരി വാരിയിടാൻ നിൽക്കുന്നത്. കാരണം ഉലുവാപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു കയ്പ്പ് കാണും. അപ്പം അതുകൊണ്ട് ഒത്തിരി ഉലുവാപ്പൊടി വാരിയിടല്ല. കൂട്ടാൻ്റെ അനുസരിച്ച് നിങ്ങൾ ചേർക്കുക. 1/4 ടീസ്പൂൺ ആ സ്പൂണിൽ കുഞ്ഞ് ഇട്ടാൽ മതി. ഒരു മണത്തിനും അതിൻ്റെ ഒരു ചെറിയൊരു ഗുണവും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഉലുവാപ്പൊടി ചേർക്കുക. അത് ശ്രദ്ധിക്കുക എല്ലാവരും. എൻ്റെ കുഞ്ഞ് ആ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, ഉലുവാപ്പൊടി ഒത്തിരി ഇട്ടാൽ കഴിക്കും. അതനുസരിച്ച് ഒരു പരുവത്തിന് ഒരു മുള ഒരു 1/4 കുഞ്ഞു സ്പൂണാണെങ്കിൽ അതിനകത്തൊരു 1/4 ആ ഒരു രീതിയിൽ രീതിയിൽ അടച്ച് വെച്ച് വേവിക്കും. ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, വെട്ടി തിളയ്ക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇനി തേങ്ങാപ്പാൽ കുറവുള്ളവർക്ക് പശുവും പാൽ ഒഴിച്ച് വേണമെങ്കിലും ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഈ വെണ്ടയ്ക്ക വേവിക്കുന്നതിന് എന്താണേലും ആ ഒരു ഇതിൽ വേണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എന്നാലും ഒരു അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ കൃത്യം ആ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ ചെന്നിട്ടില്ല. അതുകൊണ്ട്
നമുക്കിപ്പം പശുപാലൊക്കെ ആണെങ്കിലും വേവിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് തേങ്ങാപ്പാൽ, നല്ല തേങ്ങാപ്പാലുള്ള എടുത്ത് വെക്കുക. ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയും വേണം. അപ്പം ഇതിപ്പം ഞാൻ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആ വെണ്ടയ്ക്കായുടെ എല്ലാ സത്തും ഇതിലേക്ക് ഇറങ്ങട്ടെ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നു. ഈ സമയത്ത് ഇനി പാലൊഴിക്കുന്നവർക്ക് അത് ഇച്ചിലൂടെ ഒഴിച്ചു കൊടുക്കുക. മറ്റേ കലരുന്ന പൊടിയാണെങ്കിലും അതാണെങ്കിലും ഇച്ചിലൂടെ ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളത്തിൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നത് ചൂടുവെള്ളത്തിലാണ് തോന്നുന്നു കലക്കി ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചേർക്കുക. ചേർത്ത് കൊടുത്തു. ഒന്നാം പാലും കൂടെ ഇതിലേക്ക്, തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ആണെങ്കിലും കൂട്ടാം, അതുപോലെ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും കൂട്ടാം. അപ്പം ഇങ്ങനെയൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കുകയാണ് കൂട്ടാൻ, എന്നിട്ട് അഭിപ്രായം പറയണം. ഉണ്ടാക്കി നോക്കാതിരിക്കില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെണ്ടയ്ക്കയൊക്കെ കഴിക്കാത്തവർക്ക് വരെ ഇഷ്ടപ്പെടും. എന്നാൽ വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്. അപ്പം ഉണ്ടാക്കി നോക്കുക. ഇത് ഒന്നും നന്നായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ഒഴിക്കുന്ന തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വേണം വെണ്ടയ്ക്ക വേകാൻ. രണ്ടാം പാലിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടുക. ഇനി വേവ് കുറവാണെങ്കിൽ ചൂട് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വേകുന്നിടം വരെ നന്നായിട്ട് വേകുക. അതാണ് ടേസ്റ്റ് കിട്ടാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. തേങ്ങാപ്പാലിൽ തന്നെ കിടന്ന് വേകുക, രണ്ടാം പാൽ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നമ്മുടെ അഭിപ്രായം ഒന്ന് പറയുക. അപ്പം ഞാൻ തീ ഓഫാക്കി കേട്ടോ. അപ്പം ജസ്റ്റ് ഇതാ ചീനച്ചട്ടി മണ്ണിൻ്റെ ആയതുകൊണ്ട് ഒന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഓഫാക്കി കൊടുക്കും. നല്ല ടേസ്റ്റ് ചെയ്ത് ചൂടാറി കഴിയുമ്പം ഉപയോഗിക്കുക ചോറിൻ്റെ കൂടെ. ഇത് ഉണ്ടാക്കി കൂട്ടാൻ പുറത്ത് വെക്കരുത്, ചൂടാറി കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുക. ഇനി വൈകിട്ടത്തേക്കൊക്കെ എടുക്കണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കൂട്ടാൻ കേട്ടോ. അപ്പം കൂട്ടാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. എന്നിട്ട് ഈ കൂട്ടാൻ ചൂടോട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുക. ഇനി വൈകിട്ടത്തേക്കൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയതല്ലേ, ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മുടെ. അപ്പം വീഡിയോസ് കാണുന്നവർ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും. എല്ലാവരും നമ്മളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.